ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിലനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമൻ ചാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 2. ഇവർ സോദോം രാജാവായ ബേര, ഗൊമോര രാജാവായ ബിർശ, ആത്മാ രാജാവായ ഷിനാബ്, സെബോയിം രാജാവായ ശെമേബർ, സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. That these made war with Bera king of Sodom and with Birsha king of Gomorrah, Shinab king of Adma and Shemeber king of Seboim and the king of Bela, which is Soar. സെക്കൻഡ് സെഷൻ റിക്വയർമെൻസിൻ്റെ ബുക്കായി ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ആക്ച്വലി ഗോഡ് ഈസ് മോർ പ്ലീസ്ഡ് വെൻ വി ഡു സ്മോൾ തിങ്സ് ഫോർ ഹിം ഔട്ട് ഓഫ് ലവിങ് ഒബീഡിയൻസ്. ദേ മേ ബി അൺനോട്ടീസ്ഡ് ബൈ അതേഴ്സ്, ബട്ട് ഗോഡ് നോട്ടീസസ് ദം ആൻഡ് കൺസിഡേഴ്സ് ദം ആക്ട്സ് ഓഫ് വർഷിപ്പ്. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് മേ കം once in a lifetime, but small opportunities surround us every day, even through such simple acts as telling the truth, being kind and encouraging others. We bring a smile to God's face. God treasures simple acts of obedience more than our praise or offerings. The Bible tells us what pleases the Lord more, burnt offerings and sacrifices or obedience to His voice. It is better to obey than to sacrifice. Jesus began His public ministry at age 30 by being baptized by John. At that, even God spoke from heaven, "This is my beloved Son, and I am fully pleased with him." തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ്സ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 27. സദൃശവാക്യങ്ങൾ 12-27. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താവുന്നു. The slothful man roasteth not that which he took in hunting, but the substance of diligent much is precious. Fourth session. Matthew or Matthew. Matthew chapter 5 verse 32. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 32-ാമത് വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. But I say unto you that whosoever shall put away his wife,
saving for the cause of fornication causeth her to commit adultery, and whosoever shall marry her that is divorced committeth adultery. നമുക്ക് 5th സെഷനിലേക്ക് പോകാം. ധനികനായ മൂഢൻ. യഹൂദന്മാർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധാരണയായി നബിമാരെ സമീപിക്കുമായിരുന്നു. ഒരു ദിവസം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ യേശുവിനോട് പറഞ്ഞു, ഗുരു, എനിക്കുള്ള പിതൃസ്വത്ത് ഭാഗിച്ചു തരാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കുക. ഞാനാണോ സ്വത്ത് ഭാഗിച്ചു തരുന്ന ന്യായാധിപൻ എന്ന് അയാളോട് ചോദിച്ചിട്ട് യേശു തിരിഞ്ഞ് ജനത്തോട് പറഞ്ഞു, മൂഢന്മാരാകാതെ ഇരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക. സമ്പത്തുകളുടെ സമൃദ്ധിയിലല്ല നിങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നത്. യേശു അവരോട് ഒരു ഉപമയും പറഞ്ഞു. ഒരിടത്ത് ധനികനായ ഒരു കർഷകനുണ്ടായിരുന്നു. തൻ്റെ വയലിൽ നിന്നും അയാൾക്ക് ധാരാളം വിളവ് ലഭിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ ധാന്യമെല്ലാം സൂക്ഷിച്ചു വയ്ക്കാൻ ധാന്യപ്പുരയിൽ സ്ഥലം മതിയാകുകയില്ലല്ലോ. ഇനി എന്തു ചെയ്യും? ഞാനിങ്ങനെ ചെയ്യും. ഞാൻ എൻ്റെ ധാന്യപ്പുരകൾ പൊളിച്ച് വലുതാക്കി പണിയും. അവിടെ എൻ്റെ ധാന്യ വിഭവങ്ങളുമെല്ലാം ശേഖരിക്കും. അപ്പോൾ ഞാൻ എന്തൊരു ഭാഗ്യവാൻ! ദീർഘകാലത്തേക്ക് എനിക്ക് എന്ത് സമൃദ്ധിയായിരിക്കും. യാതൊരു പ്രയാസവുമില്ലാതെ എനിക്ക് തിന്നാം, കുടിക്കാം, ആസ്വദിക്കാം. ദൈവം അയാളോട് പറഞ്ഞു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കിയതിൻ്റെ എല്ലാം ഉള്ളടക്കം നോക്കാം. കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം. ഇവർ ഫസ്റ്റ് ഉൽപ്പത്തി ഓർ ജനസിസ്, അതിനകത്തെയാണ്. ഇവർ സോദോം രാജാവായ ബേര, ഗോമോര രാജാവായ ബിർസ, ആത്മാ രാജാവായ ശിനാബ്, സെബോയിം രാജാവായ ശമേബർ, സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. That this made war with Bera king of Sodom and with Birsa king of Gomorrah, Sinab king of Atma and Shemeber king of Seboim and the king of Bela, which is Sower. സെക്കൻഡ് സെഷൻ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്ക്, അതായത് പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്നും നമ്മൾ ഉള്ളടക്കം എടുത്തിട്ടുണ്ട്. അതിൻ്റെ എടുത്തത് വായിക്കുന്നു. ജീസസ് began his public ministry at age 30 by being baptized by John. At that even God spoke from heaven, "This is my beloved son and I am fully pleased with him." നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യം. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, കാരണം മടി തന്നെയാണ്. മടിയുള്ളവർക്കാണ് വേട്ടയാടി പിടിക്കാനൊന്നും കഴിയാത്തത്. എന്നാൽ ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്ത്. ഉത്സാഹമുള്ളവർക്ക് എല്ലാ കാര്യത്തിനും അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ വിലയേറിയ സമ്പത്താണ്. ദ സ്ലോത്ത്ഫുൾ മാൻ റോസ്റ്റഡ് നോട്ട് ദാറ്റ് വിച്ച് ഹി ടുക്ക് ഇൻ ഹണ്ടിങ്, but the substance of a diligent man is precious. Fourth session, മാത്യു ഓർ മത്തായി. ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗ ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. But I say unto you that whosoever shall put away his wife, saving for the cause of fornication, causeth her to commit adultery, and whosoever shall marry her that is divorced committeth adultery. എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.